എങ്ങനെയാ ഒരു അന്യ സ്ത്രീയോട് കേറിയ ഇടപഴകുക? കടവട വർത്താനം പറയാതെ മാഷേ. ഇതേ കൈ ക്യാമറ ഉണ്ട്, അകത്ത് ഫിലിം ഉണ്ട്. ഉദാഹരണമായിട്ട് ആ മാലയുടെ കുറച്ച് ഫോട്ടോ എടുത്താട്ടെ. ഫോട്ടോ എടുക്കുമ്പോൾ മാക്സിമം ഒരു ഇത് വേണം, മിങ്കിൾ ചെയ്യണം. സാരി ഒന്ന് പിടിച്ച് ഇങ്ങോട്ടിടുക, മുടി ഒന്ന് കോതി വെക്കുക. അയ്യോ അതൊക്കെ എന്റെ മാഷേ, നമുക്ക് ഇതിന്റെ പിറകിലൊരു ഉദ്ദേശശുദ്ധി ഉണ്ടല്ലോ. പിന്നെന്താ? സ്മാർട്ട് ചെല്ല്, 2 ഡയലോഗ് വെച്ച് ചെല്ലുന്നു. അമ്മണിക്കുട്ടി വീക്കെൻഡിലൊക്കെ പിക്നിക്കിന് മറ്റും പോകാറുണ്ടോ? വല്ലപ്പോഴൊക്കെ. ഒറ്റയ്ക്കാ? ഒറ്റയ്ക്കോ? അതെങ്ങനെ ദാസേട്ടാ, ഒറ്റയ്ക്ക് ആരെങ്കിലും പിക്നിക്കിന് പോവോ? അമ്മണിക്കുട്ടി ഒരു സെക്കൻഡ്, നിങ്ങൾ നടന്നോളൂ. എന്താ? വേറൊന്നുമല്ല, നമ്മളൊരു കമ്പനി ആയിട്ട് വന്നു. ആ കുട്ടിയെ ഒറ്റപ്പെടുത്തി എന്നൊരു തോന്നല് വേണ്ട. തന്നെയല്ല, നമ്മുടെ മാഷിന്റെ ഒരു നാണം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിയെടുക്കുകയും ചെയ്യാം. എന്താ മാഷ നിങ്ങളെ നടന്നോ? എങ്ങോട്ടാ? നേരെ നടന്നോ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്ക. ഈ മാഷെ കൊണ്ട് തോറ്റല്ലോ. മാഷെ നമ്മളിവിടെ വന്നത് ഇരുന്ന് നേരം വിളിപ്പിക്കാനല്ല. മാഷ നടന്നോ. ഈ മാഷക്ക് എന്താ പെമ്പിള്ളാരെ കാണുമ്പോ ഒരു വിറയല്. ഇന്നത് മാറ്റിയിട്ടേ കാര്യമുള്ളൂ. ദാസേട്ടൻ അല്പം റിസർവ്ഡാ. ഒരു കമ്പനി ആയിട്ട് വരുമ്പോ ഒരാൾ മാത്രം റിസർവ്ഡാന്ന് പറഞ്ഞ് മാറിയിരുന്ന കഴിക്കുന്നുണ്ട്. വേണ്ട, താങ്ക്സ്. നടന്നോ. ഇനി നമുക്കൊന്ന് ഇരിക്കാം. ഇരിക്കണോ? ക്ഷീണം തോന്നുന്നുണ്ടോ? നമ്മുടെ കൂടെ ഇരിക്കണം തോന്നുന്നുണ്ടെങ്കിൽ ഇരിക്കാം. മാഷേ, ഇത് നമുക്കൊന്ന് ഇരുന്നാലോ? മാഷേ ഒന്ന് സഹായിക്കൂ മാഷേ. ഇരിക്ക. നഗരത്തിലെ ബഹളത്തിനിടയ്ക്ക് ഇതുപോലെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം ഉണ്ടാവും എന്നുള്ളത് ഒരു ആശ്വാസം. മാഷ് കവിത വല്ലതും തോന്നുന്നുണ്ടോ? അല്ല, മാലതി ഇന്നലെ പുസ്തകം വായിച്ചോട്ട് പോയല്ലോ. എങ്ങനെയുണ്ട് നമ്മുടെ മാഷയുടെ കവിത? രാത്രി ഉറങ്ങാണ്ടിരുന്ന് പരീക്ഷയ്ക്ക് പഠിക്കുന്നവന് വായിക്കുന്ന കണ്ടു. എന്നാ ഒരു കവിത ഒന്ന് ചൊല്ലിക്കേ. അയ്യോ, എനിക്ക് ചൊല്ലാനൊന്നും അറിയില്ലേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കവിതനെ പറഞ്ഞാട്ടെ, ആരാധിയോടൊന്ന് പാടാൻ അല്ലേ? ഒന്ന് പാടുമാലതി. എനിക്ക് വരികളൊന്നും ശരിക്കും ഓർമ്മയില്ല. ആ സമാഹാരത്തിൽ ഏത് കവിതയാ കൂടുതൽ ഇഷ്ടായത്? നവനീത ചന്ദ്രിക. ഞാനിത് 2-3 വട്ടം വായിച്ചു. എന്നാ അത് തന്നെ ആവട്ടെ അല്ലേ? അല്ല, വരികൾ മുഴുവൻ വീരം കാണിക്കണ്ട. പറഞ്ഞു വരികൾ വല്ലതും കിട്ടാതെ വന്നാ മാഷ് പറഞ്ഞു തരും ഇല്ല മാഷേ? അറിയാതെ അറിയാതെ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി. നവനീത ചന്ദ്രിക
മാഷേ. ആ അപ്പോ എന്താ മാഷേ ഒരു വയ്യാത്ത പോലെ? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കിടക്കായിരുന്നു. എന്താ ഒന്ന് വിളക്കി ചേർക്കണോ? ഇപ്പൊ സംഘടിപ്പിക്കാം. വേണ്ട, എന്നാ എഴുന്നേറ്റിരിക്കെ. അമ്മണിക്കുട്ടി ഫോൺ ചെയ്തോ? ഇല്ല. എന്നാ ഇപ്പൊ ചെയ്യും. പിക്നിക്കിന്റെ അനന്തര ഫലങ്ങൾ മാഷ് അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. സംഗതികൾ ഞാൻ ഉദ്ദേശിച്ച മറ്റിൽ തന്നെ നീങ്ങുന്നുണ്ട്. എന്ത് തോന്നി? എനിക്കൊന്നും തോന്നിയില്ല. ഒന്നും തോന്നിയില്ലേ? ഇല്ലപ്പോ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എന്നാ എനിക്ക് പലതും തോന്നി. മാഷ് മാലതിയുടെ ഫോട്ടോ എടുത്തപ്പോ അമ്മണിക്കുട്ടി വിളിച്ചു പറഞ്ഞു, ദാസേട്ടാ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പോ ഫിലിം തീർന്നു പോയി. അത് സ്റ്റൈലായി. അപ്പോ അമ്മണിക്കുട്ടിയുടെ മുഖം ശ്രദ്ധിച്ചോ? ഇല്ല. എന്നാ ഞാൻ ശ്രദ്ധിച്ചു. മാലതി പാടിക്കൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഇടയുന്നതും കോർത്തു വലിക്കുന്നതും അമ്മണിക്കുട്ടി ശ്രദ്ധിച്ചു. അപ്പോ അമ്മണിക്കുട്ടിയുടെ മുഖം മാഷ് ശ്രദ്ധിച്ചോ? ഇല്ല. ആ മാഷെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ അമ്മണിക്കുട്ടി മാഷിനെ അടുത്തിരിക്കാൻ താല്പര്യം കാണിച്ചില്ല. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോഴോ അത് മാഷ് ശ്രദ്ധിച്ചോ? ഇല്ല. എന്നാ ഞാൻ ശ്രദ്ധിച്ചു. തന്റെ എല്ലാമായ ദാസേട്ടൻ ഇന്നലെ വന്ന ഒരു പീക്കിരി പെണ്ണുമായി ഒരേ സീറ്റിലിരുന്ന് മുട്ടിയുരുമ്മി കൊച്ചു കൊച്ചു തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചപ്പോ അമ്മണിക്കുട്ടിയുടെ മുഖം നഷ്ടബോധത്താൽ വിവരണമായി, വിവശമായി. മാലതി മനോഹരമായി പാടും. മിസ്റ്റർ അപ്പു, മാലതി ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അറിയില്ലായിരുന്നോ? ഇല്ല, അറിയില്ലായിരുന്നു. ഇവിടെ 23-ലോ 32-ലോ എന്റെ ഒരു ഫ്രണ്ട് താമസിച്ചിരുന്നു. സോറി, കിടന്നിരുന്നു. ആണോ പെണ്ണോ? എന്താ അങ്ങനെ ചോദിച്ചത്? ആണ്. എന്താ ചിരിക്കുന്നത്? 23, 32 ഒക്കെ പ്രസവ വാർഡുകളാ. ആളിന്റെ പേരെന്താ? വാരിജാക്ഷൻ നായർ. അങ്ങനെ ഒരാള് വരൂ. പേരെന്താന്നാ പറഞ്ഞത്? അതെ, വനജാക്ഷൻ നായർ. വനജാക്ഷൻ നായർ. എപ്പോഴാ അഡ്മിറ്റ് ചെയ്തത്? എനിക്ക് തോന്നുന്നാൽ ഹോസ്പിറ്റലിൽ മാറിയിട്ടുണ്ടാവുന്ന. വേണ്ട, നോക്കണ്ട. ഡ്യൂട്ടി റൂമോ ലൈബ്രറിയോ? വേണ്ട മാലതി, വിട്ടാരെ, നോക്കണ്ട. ആ, ഇത് നമ്മുടെ മാസ്റ്ററുടെ പുസ്തകമല്ലേ? ഇതൊക്കെ ഒരുതരം സിദ്ധികളാ. ഇത്രയും മനോഹരമായി കവിത എഴുതുന്ന മാസ്റ്റർ പറയുക അദ്ദേഹത്തിന്റെ കവിതകൾക്ക് ഇത്രയും സൗന്ദര്യമുണ്ടെന്ന് മനസ്സിലായത് മാലതി പാടിയപ്പോഴാണെന്ന്. ഇന്നലെ മുഴുവൻ ഇതായിരുന്നു ഞങ്ങളുടെ സബ്ജക്ട്. സ്വന്തം വരികളെക്കാൾ അദ്ദേഹം പുകഴ്ത്തുന്നത് മാലതിയുടെ ശബ്ദത്തെയാണ്. ഇങ്ങനെയുണ്ടൊരു വിശാല മനസ്കത. മനസ്സ് തുറന്ന് അഭിനന്ദിക്കാനും ഒരു മനസ്സ് വേണേ. ചിലപ്പോ ചില മനസ്സുകളുടെ ഐക്യമായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, മാലതി ഒന്ന് മാഷ്ക്ക് ഫോൺ അതല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയൊരു മനുഷ്യന്റെ കവിതകളെ അഭിനന്ദിച്ച്
മാലതി ഒരു വാക്ക് സംസാരിച്ചോ? ഇല്ല. അദ്ദേഹത്തിന്റെ കവിതകൾ മനോഹരങ്ങളല്ലേ? അതെ. അപ്പോ പിന്നെ അഭിനന്ദിക്കേണ്ടത് ആസ്വാദകരായ നമ്മളുടെ ചുമതലയല്ലേ? അതെ. അതാ ഞാൻ പറഞ്ഞത് മാലതിയോടൊന്ന് ഫോൺ ചെയ്യാൻ. മാലതി അഭിനന്ദിച്ചാൽ മാഷക്ക് അതൊരു വലിയ പ്രചോദനമായിരിക്കും. പുതിയ പുതിയ കവിതയുടെ ചിറക് വിരിച്ച് അദ്ദേഹം ആകാശത്തോളം ഉയരും. അപ്പൊ ഞാൻ വരട്ടെ. ഈ പുസ്തകം മാഷ് കൊടുക്കൂ. അപ്പൊ എന്നെ ഒരു ഹംസവാക്ക് കാണല്ലേ? സിസ്റ്റർ, ഡോക്ടർ ഉങ്ങളെ കൂപ്പിടുறாங்க. ജസ്റ്റ് എ മിനിറ്റ്. അകലെയാണെങ്കിലും ഹൃദയത്തിലെപ്പോഴും തുടിമുഴക്കുന്നു. ഓ, അപ്പമായിരുന്നു. ഞാൻ ആകെ ഭയന്നുപോയി. ഞാനൊന്ന് തുമ്മിയപ്പോഴോ? എന്താ മാഷേ, എന്താ എഴുതുന്നത്? ഞാൻ ആകെ അസ്വസ്ഥനാണ്. എനിക്കൊന്നും എഴുതാൻ കഴിയുന്നില്ല. അമ്മണിക്കുട്ടി ഫോൺ ചെയ്തിരുന്നു? ഇല്ല. ഇല്ലേ? ഞാനും അമ്മണിക്കുട്ടിയെ കണ്ടിരുന്നു. എല്ലാം ഒന്ന് വിശദമായി സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്തോ അമ്മണിക്കുട്ടി വലിയ താല്പര്യം കാണിച്ചില്ല. ആരിൽ നിന്നോ എന്തിൽ നിന്നോ ഒക്കെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് പോലെ. മാഷ് പറഞ്ഞ പോലെ എനിക്കും അമ്മണിക്കുട്ടിയുടെ മനസ്സ് പിടികിട്ടുന്നില്ല. മാലതി വിളിച്ചിരുന്നു. ഓ, എന്റെ കവിതകളെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഇനിയും എഴുതാൻ എന്നെ വല്ലാതെ മാലതി നിർബന്ധിക്കുന്നു. എനിക്ക് വയ്യ പോയി, എനിക്ക് വയ്യ. എന്താ മാഷേ? ഞാനിന്ന് മാലതിയെ കണ്ടിരുന്നു. മാഷയെ കുറിച്ച് മാത്രമേ മാലതിക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ദാ മാലതി കൊണ്ടുപോയ പുസ്തകം. അകലെയാണെങ്കിലും ഹൃദയത്തിലെപ്പോഴും തുടിമുഴക്കുന്നു നിൻ പ്രേമം. ദാസേട്ടന് കൊടുക്കൂ എന്ന് പറഞ്ഞു തന്ന പുസ്തകം തിരിച്ചു വാങ്ങിച്ചിട്ട് ഈ വരികൾക്കിടയിൽ എന്തോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മാഷേ. അപ്പൊ പോയിക്കോളൂ. എന്താ മാഷേ, സുഖമില്ലേ? എനിക്ക് അല്പം വിശ്രമിക്കണം. അപ്പൊ പോയിക്കോളൂ. മാഷ ഈ അവസ്ഥയെ കണ്ടിട്ടോ? അയ്യോ, പനിക്കുന്നുണ്ടല്ലോ. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? വേണ്ട. അമ്മക്കുട്ടിയെ വിളിക്കട്ടെ? വേണ്ട, എനിക്കൊരല്പം സ്വസ്ഥത തരൂ. അയ്യോ, ഏതായാലും രാത്രി ഒന്നും കഴിക്കണ്ട. ഞാനും ഇവിടെ തന്നെ കൂടിക്കോളാം. അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്വല്പം ഫീവർ ഉണ്ട്. ഞാൻ എഴുതുന്ന മരുന്ന് കൊടുത്താൽ മതി. ഫീവർ മാത്രമല്ല, അദ്ദേഹത്തിന് എന്തോ കാര്യമായ അസുഖമുണ്ട്. ഞാൻ വലിയ ഡോക്ടറൊന്നുമല്ല. ഇന്നലെ രാത്രി അദ്ദേഹം കാട്ടിക്കുട്ടിയ പരാക്രമം കണ്ടപ്പോ അപ്പൊ തന്നെ കഴിഞ്ഞു എന്ന് വിചാരിച്ചതാ. ചിലപ്പോ മാനസികമായിരിക്കാം. ആയിരിക്കാം. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം പകുതി മരുന്നും പകുതി മാനസിക സംതൃപ്തിയുമാണ് അയാളുടെ രോഗം ഭേദമാക്കുന്നത്, അല്ലേ? ചിലരെ സംബന്ധിച്ചിടത്തോളം. ആ ചിലരിൽ ഒരാളാ ഇയാള്.
കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ. കുറച്ച് മെഡിസിൻസും കുറച്ച് ഇഞ്ചക്ഷൻസും 1-2 കുപ്പി ഗ്ലൂക്കോസും. ഗ്ലൂക്കോസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ദോഷമല്ലോ ഉണ്ടോ? ദോഷമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെന്താ, ഒരു രോഗിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് തോന്നലുണ്ടായാൽ തന്നെ രോഗം മാറും. അങ്ങനെ രോഗം മാറുന്നതുകൊണ്ട് ഡോക്ടർക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഹേയ്, അതെന്താ? അദ്ദേഹത്തിന്റെ അടുത്തിട്ട് കിടന്ന് കളിക്കുന്ന കളി മാനസികമാണ്. ഡോക്ടർ പെട്ടെന്ന് തന്നെ വേണ്ടത് ചെയ്യും. പ്ലീസ്. അനക്കണ്ട. ഇതൊക്കെ ഇത് ഗ്ലൂക്കോസ്. ഇവനെ കയറ്റിയാൽ ക്ഷീണം മാറും. ശ്വാസം കിട്ടാതെ വരുമ്പോ അവനെ പ്രയോഗിക്കാം. അതിന്റെ ഒക്കെ ആവശ്യം വരുമോ? അതൊന്നും നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, ഡോക്ടേഴ്സ് അല്ലേ. തല അനക്കണ്ട. സിസ്റ്റർ മലയാളിയാണോ? അതെ. ഈ ഓക്സിജൻ കുറ്റിയൊക്കെ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുമോ? പ്ലീസ്, ആവശ്യം വരുമ്പോ കൊണ്ടുവന്നാൽ മതിയല്ലോ. അതവിടെ ഇരിക്കുന്നത് കൊണ്ടെന്താ? എന്റെ രോഗി ആകെ അപ്സെറ്റ് ആയി പോകും. ഇപ്പൊ തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ എടുപ്പിച്ചോളാം. സിസ്റ്റർ, മാലതി ഡ്യൂട്ടിയിലില്ലേ? അവർക്ക് നൈറ്റ് ഡ്യൂട്ടിയാ. വരുമ്പോ മോഹൻദാസ് ഇവിടെ കിടപ്പണമെന്ന് പറയണം. ഉം. കവി കവി. മാഷ്ക്ക് വെപ്രാളവും പരവേശവും തോന്നുന്നില്ലല്ലോ അല്ലേ? ഇല്ല. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എനിക്കെന്താ രോഗം? അത് ഡോക്ടർമാർക്ക് പോലും പിടികിട്ടിയിട്ടില്ല മാഷേ. ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളെ കാണാൻ ഞങ്ങൾ ആശുപത്രി വരണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ ബാബു? സുജാത, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളുടെ വന്നു, രോഗിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നമ്മളൊക്കെ മലയാളികളല്ലേ, ഒന്നും കാണുന്നതുകൊണ്ട് എന്താ തെറ്റ്? സംഭവം സീരിയസ് ആണ്. രോഗം എന്താണെന്ന് ഡോക്ടർമാർക്ക് പോലും മനസ്സിലായിട്ടില്ല. നമുക്കൊന്ന് പോയി കാണാൻ എന്താ? അത്രേ വേണ്ടൂ. വരിക, വന്ന് കണ്ട് 1-2 ആശ്വാസമൊക്കെ പറയാ. അവ എനിക്ക് 1-2 സ്ഥലത്തൂടെ പോകാനുണ്ട്. ഓറഞ്ചാണ്, വരുമ്പോ ഇതൂടെ കയ്യിലെടുത്തോളൂ. സാരില്ല. അമ്മ സത്യമായിട്ടും ഞാൻ മനഃപൂർവ്വം കളിപ്പിച്ചതല്ല. പല പല തിരക്കുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എന്നോട് ക്ഷമിക്കൂ. അപ്പൊ എന്ന് തരുമെന്നാ പറയുന്നത്? ഏതെങ്കിലും ഒരു ഡേറ്റ് പറ. ഡേറ്റ് പറഞ്ഞാലിപ്പോ 16. ഇനി പറയുന്ന ഡേറ്റ് തെറ്റരുത് കേട്ടോ. സാറിന്റെ പിന്നാലെ ഓടി തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ എമൗണ്ട് മുഴുവൻ അയാളുടെ കയ്യിൽ ബ്ലോക്കായി കിടക്കുകയാണ്. ഈ അവസ്ഥയിൽ അയാളോട് എങ്ങനെ പണം ചോദിക്കുന്നത്? നമുക്കൊക്കെ ഒരു 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 മനസാക്ഷിയില്ലേ? അയാൾ കിടക്കാൻ എഴുതോട്ടെ, നിങ്ങളുടെ പണം വാങ്ങി കൈ തരാം. അപ്പൊ വൈകുന്നേരം ഒരു 7 മണിയോടെ അങ്ങോട്ട് വരിക. നമ്മളൊക്കെ മലയാളികളല്ലേ, വരിക, കാണുക, 2 ആശ്വാസമൊക്കെ പറയുക, അത്രേ വേണ്ടു. ഓക്കെ, വരട്ടെ. 7 മണി. മനസ്സിന്റെ ഒരു പിരിവലി, അത്രേ ഉള്ളൂ. സാരമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഒരു 3-4 ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. മാലതി ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ എന്റെ കാണാന്ന് പറഞ്ഞപ്പോ അവിടെ വിസിറ്റേഴ്സിന്റെ ഭയങ്കര ബഹളം. എല്ലാരും കൂടെ ഒന്നിച്ചു കണ്ട് മാഷാപ്പടെ പേടിച്ചിരിക്കുക. മാലതി വന്ന് കാര്യമായിട്ടൊന്ന് ആശ്വസിപ്പിക്കണം. താങ്കളെ ശുശ്രൂഷിക്കുന്നതിൽ പ്രത്യേക താല്പര്യമുണ്ട്, താങ്കളുടെ ഒരു ആരാധികയാണ് എന്നൊക്കെ പറയണം. അല്ലെങ്കിലും ആരാധികയാണല്ലോ. അപ്പൊ ഞാൻ അവരെയൊക്കെ ഒന്ന് പുറത്തേക്കാക്കട്ടെ. ഇതിലും മോശമായിരുന്നു ഗുൽത്താർ സിംഗിന്റെ സ്ഥിതി. ഗീതാ ഗുൽത്താർ ആണെങ്കിൽ ആകെ തളർന്നുപോയി. അവര് നോർത്ത് ഇന്ത്യൻസ് അല്ലേ, ആരുണ്ട് അവർക്ക് ഇവിടെ? അവസാനം ഞാൻ ഇടപെട്ടു. മിസ്സസ് ശർമ്മജിയെ വിളിച്ചു. ഇഷ്ടം പോലെ ഡോക്ടേഴ്സും ഉണ്ട്. കാര്യങ്ങളൊക്കെ ഭംഗിയായി. ഇന്നോ നാളെ ഒന്ന് വിചാരിച്ചിരുന്ന ഗുൽത്താർ സിംഗ് 4ാമത്തെ ദിവസം ഞാൻ ചെന്നപ്പോ ദേ എഴുന്നേറ്റിരുന്ന് ചപ്പാത്തിയും ചിക്കനും കഴിക്കുന്നു. ഇതിനിടെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി.
ആളിനെ കണ്ടപ്പോ തന്നെ എനിക്ക് അന്തരീക്ഷം പിടിച്ചില്ല. ഞാനുടനെ തന്നെ ഹോസ്പിറ്റലിൽ മാറ്റി. അല്ല, ഈ ഹോസ്പിറ്റലിൽ പോരാന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? അത് മോഹൻദാസ് പറയട്ടെ, എവിടേക്ക് വേണമെങ്കിലും മാറ്റാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ദേ തൊട്ടടുത്ത മുറിയില് നല്ല ഓടപ്പഴം പോലൊരു ചെറുപ്പക്കാരൻ എന്റെ മോന്റെ കൂടെ ജോലി ചെയ്തവനാ. ചെറിയ ഒരു പനി. രാവിലെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. ഉച്ച കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോൾ എന്തിനാ അധികം പറയാൻ ആളാ പോയി. ഭാര്യയും 2 കുട്ടികളും ഉള്ളവനാ. ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ സ്ഥിതി. എടോ കിളവാ, ഇത്രയും പ്രായമായാലോ എനിക്ക് എവിടെ എന്താ സംസാരിക്കേണ്ടെന്ന് അറിയില്ലേ? ഒരാളിവിടെ അത്യാസന്ന നിലയിൽ മരിക്കാൻ കിടക്കുക. അവര് മരിച്ചു, ഇവര് മരിച്ചു. അയാൾക്ക് എന്താ തോന്നുക? ആരാ ഇയാള്? എന്റെ മോന്റെ പ്രായമേ ഉള്ളു നിനക്ക്. അന്യനാട്ടിൽ ജീവിക്കാൻ വന്നിരിക്കുക. എങ്ങനെയാടാ നീ എല്ലാം ഗതി പിടിക്കുക? കിളവ കണാകുണ വർത്താനം പറഞ്ഞ വയസ്സും പ്രായം നോക്കില്ല. നീ എന്ത് ചെയ്യാനല്ല? ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ ചേച്ചി പ്ലീസ് പ്ലീസ്. സോറി മാഷേ, സോറി. പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ ഒരു അസുഖമില്ലല്ലോ. എന്താവശ്യമുണ്ടെങ്കിലും ഞാനുണ്ട്. ആരും ഇല്ലെന്ന് വിചാരിച്ച് ഒട്ടും വിഷമിക്കണ്ട. എത്രയോ രോഗികൾ ഇവിടെ വന്നു പോകാറുണ്ട്. ഒരു നഴ്സ് എന്ന നിലയിൽ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അതിനുമൊക്കെ അപ്പുറത്ത് ഞാൻ ആരാധിക്കുന്ന ഒരാളെ പരിചരിക്കാൻ കഴിയുന്നത് എന്റെ ഭാഗ്യമാണ്. അവനെക്കുട്ടി എങ്ങനെയുണ്ട് ദാസേട്ടന്? ഒരു കുഴപ്പമില്ല. അപ്പൊ എന്താ എന്നെ അറിയിക്കാതിരുന്നത്? കാലത്ത് മാരുതി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അറിയിക്കാനും മാത്രമുള്ള കാര്യമൊന്നുമില്ല. ലോഡ്ജ് കിടക്കുന്നതിന് പകരം ഇവിടെ കിടക്കുന്നു, അത്ര തന്നെ. എവിടെയായാലും വാടക കൊടുക്കണം. അയ്യോ വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. സ്ഥലം മാറിക്കട്ടാ. രാവിലെ ഡോക്ടർ വന്നോ? വന്നു. ഒന്നുമില്ലെന്നേ, ഭക്ഷണം ശരിയാഞ്ഞിട്ടാ. വേറെ ഇന്ന് തന്നെ പോവാം. ഞാൻ ഇന്ന് ലീവ് എടുത്ത് നിൽക്കാം. ഒരു കുഴപ്പമില്ലെന്നേ. അമ്മയോട് വന്നേ, മാഷ് ഉറങ്ങിക്കോട്ടെ. അമ്മയോട്ടെ എക്കണമോളെ, വിളിക്കണ്ട, വാ. എന്നാ ഞാൻ ഇനി വരാം. എന്തിനാ വെറുതെ ഓട്ടോയ്ക്ക് കാശ് കളയുന്നത്? ഡിസ്ചാർജ് ചെയ്തിട്ട് ഞാൻ വിളിച്ചു പറയാം. ആട്ടെ. ഓട്ടോ ഓട്ടോ. എന്നാലും വൈകണ്ട, ഞാൻ വൈകുന്നേരം ഫോൺ ചെയ്യാം. ഓക്കെ.